ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോള എന്ന മൂവിയാണ്. 15 പേർ മാത്രം ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലെ മാനേജർ ഓഫീസ് ടൈമിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. അയാളുടെ മരണത്തിന് പിന്നിലുള്ള കാരണം അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഓഫീസർ എത്തുന്നതാകട്ടെ നിഗൂഢമായ ഒരുപാട് രഹസ്യങ്ങളിലേക്കാണ്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ മൂവിയിലേക്ക് കടക്കാം. അതിനുമുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ വീടെക് എന്ന കമ്പനിയിലേക്ക് ജോലിക്ക് വരുന്ന അവിടുത്തെ സ്റ്റാഫ്സിനെയാണ് കാണിക്കുന്നത്. മാനേജർ ഉൾപ്പെടെ 15 പേരാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഓഫീസിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാവരും പഞ്ച് ചെയ്തിട്ടാണ് കയറുന്നത്. അവിടുത്തെ അക്കൗണ്ടിംഗ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് മീര എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. രാവിലെ തന്നെ സെക്യൂരിറ്റി സത്യൻ മീരയുടെ കയ്യിൽ ഒരു ബില്ല് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഗേറ്റിനടുത്ത 2 ബൾബ് മാറിയതിന്റെയും ഗാർഡനിൽ ഓസ് പൊട്ടിയത് കാരണം പുതിയൊരു ഓസ് വാങ്ങിയതിന്റെയും ബില്ലായിരുന്നു അത്. അവിടെ മാനേജറിന് തൊട്ട് താഴെയായിട്ട് ജോലി ചെയ്തിരുന്നത് രാജീവ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. മീരയുടെ ഒരു ഫ്രണ്ട് അരവിന്ദന് അയാളുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അതുകൊണ്ട് മീര അരവിന്ദനെ വിളിച്ച് പറയുന്നുണ്ട് രാജീവ് സാർ ഉടനെ തന്നെ ഫ്രീ ആവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണമെന്ന്. അങ്ങനെ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ അരവിന്ദ് അവിടേക്ക് വരുന്നുണ്ട്. കൂട്ടത്തിലെ ഡോണ എന്ന് പറയുന്ന പെൺകുട്ടിയാകട്ടെ വർക്ക് ചെയ്യുമ്പോൾ മുഴുവൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവളുടെ ബാഗ് നിറയെ സ്നാക്സിന്റെ പാക്കറ്റ് ആയിരുന്നു. അവൾ നിർത്താതെ ആ സ്നാക്സ് കഴിച്ചുകൊണ്ട് അതിന്റെ വേസ്റ്റ് എല്ലാം തൊട്ടടുത്തുള്ള വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. മാനേജർ വരാത്ത കാരണം എല്ലാവരും അവിടെ കളിച്ചും ചിരിച്ചും നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ മാനേജറായ ഐസക് ജോൺ വരുന്നത് മീര കാണുന്നു. അവൾ പെട്ടെന്ന് തന്നെ എംപ്ലോയീസിനോട് പറയുന്നുണ്ട്. എല്ലാവരും സീരിയസ് ആയിട്ട് വർക്കിലേക്ക് കടക്കുന്നു. ഐസക് ജോൺ വരുമ്പം ഒരു എംപ്ലോയി മാത്രം അത്രയും നേരമായിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. ബിബീഷ് എന്നായിരുന്നു അവന്റെ പേര്. അവൻ തലേന്ന് രാത്രി ഒരുപാട് താമസിച്ചു പോയി, അതുകൊണ്ടാണ് രാവിലെ ലേറ്റ് ആകുന്നതെന്ന് മറ്റ് സ്റ്റാഫ്സ് പറയുന്നുണ്ട്. ഐസക് ജോൺ മീരയെ വിളിച്ച് പറയുന്നുണ്ട് ബിബീഷിനെ വാൺ ചെയ്യണമെന്നും അവന്റെ എക്സ്ക്യൂസ് ഇനി നടക്കില്ല എന്നും. താൻ കുറച്ച് ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കുമെന്നും അതുകൊണ്ട് ഡെയിലി എനിക്ക് അപ്ഡേറ്റ്സ് എല്ലാം തരണമെന്ന് അയാൾ മീരയോട് പറയുന്നു. അതും പറഞ്ഞ അയാൾ കോഫി എടുക്കാൻ നോക്കുമ്പോൾ കോഫി മെഷീനിൽ കോഫി പൗഡർ നിറച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ജോലികളൊക്കെ ചെയ്യുന്ന സിന്ധു എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു. അവർ വന്നിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അവർ വന്നിട്ടുണ്ടെന്ന് മീര പറയുന്നു. വർക്കിംഗ് അവർ തുടങ്ങിയിട്ടും ലേറ്റ് ആയിട്ടാണ് ബിബീഷ് കമ്പനിയിലേക്ക് വരുന്നത്. തന്റെ സൈക്കിൾ അവിടെ പാർക്ക് ചെയ്ത ശേഷം അവൻ അമ്മയെ ഫോൺ വിളിച്ചുകൊണ്ട് കമ്പനിയുടെ ഒരു സൈഡിലേക്ക് നടന്നു പോകുന്നതും കാണിക്കുന്നു. മീര അരവിന്ദനെയും കൂട്ടി രാജീവിന്റെ അടുത്ത് വന്നിട്ട് അവരുടെ മീറ്റിംഗിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യുന്നുണ്ട്. അരവിന്ദന് വേണ്ടി ഒരു ഫുഡ് കാർട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതിനെ പറ്റിയുള്ള മീറ്റിംഗ് ആയിരുന്നു അത്. അവരുടെ കൂടെ മീറ്റിംഗിന് ഫയാസ് കൂടി കയറണമെന്ന് മീര പറയുന്നുണ്ട്. അങ്ങനെ രാജീവ് അരവിന്ദ് ഫയാസും മീറ്റിംഗ് റൂമിലേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൽബർട്ടും സെബാട്ടിയും തൊട്ടടുത്തിരുന്ന പെൺകുട്ടിയും ചേർന്നിട്ട് പുറത്ത് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. അവര് പോയി കഴിഞ്ഞതും അവിടെ സാധാരണ എല്ലാവർക്കും ചായ കൊടുക്കുന്ന സിന്ധു എന്ന് പറയുന്ന സ്ത്രീ ആകട്ടെ ബാക്കി എല്ലാവർക്കും കൊണ്ടുപോയി ചായ കൊടുക്കുന്നു. പുറത്ത് ചായ കുടിക്കാൻ പോയവരാകട്ടെ ചായയും പഴംപൊരിയും ഒക്കെ വാങ്ങിക്കുകയും സിഗരറ്റ് വലിച്ച് അവിടെ കുറെ നേരം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഐസക് ജോണിന്റെ റൂമിൽ കോഫി മെഷീനിലെ കോഫി പൗഡർ തീർന്ന കാരണം സിന്ധു പോയി ആ കോഫി പൗഡർ നിറയ്ക്കുന്നു. പുറത്തുനിന്ന് ചായയും വാങ്ങി ആ 3 എംപ്ലോയീസും കമ്പനിയുടെ പുറത്തുള്ള ചെയറിൽ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ ഐസക് ജോണിന്റെ ഡ്രസ്സിൽ കോഫി വീണ കാരണം അയാൾ അത് കഴുകാൻ വേണ്ടി വാഷ്റൂമിലേക്ക് പോകുന്നു. ആ സമയത്ത് മറ്റു 2 സ്റ്റാഫ്സ് അവിടെ നിന്ന് ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുന്നതും കാണാം. സിന്ധു ആകട്ടെ തറ മുഴുവൻ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുകയായിരുന്നു. ആ വാക്യൂം ക്ലീനറിന്റെ സൗണ്ട് എല്ലാവർക്കും വളരെയധികം അരോചകം ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. രാജീവും ഗ്യാങ്ങും അപ്പോഴും മീറ്റിംഗിലായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ മറ്റൊരു പെൺകുട്ടിയും വന്നിട്ട് ബോട്ടിലിൽ വെള്ളം നിറച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും പുറത്ത് ചായ കുടിക്കാൻ പോയ ആൽബർട്ടും കൂട്ടരും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് രാജീവിന്റെ ഫോണിൽ ഗിബ്സൺ എന്ന ആളുടെ മിസ് കോൾ കിടക്കുന്നത് കാണുന്നത്. ഈ ഗിബ്സണും ഐസക് ജോണും പാർട്ട്നേഴ്സ് ആയിരുന്നു. ഈ കമ്പനി അവർ 2 പേരുടെയും കൂടെയാണ്. ഐസക്കിനെ വിളിച്ചിട്ട് കിട്ടാത്ത കാരണമാണ് അയാൾ രാജീവിനെ വിളിച്ചത്. രാജീവ് അങ്ങനെ ഐസക്കിനെ നോക്കി അയാളുടെ ക്യാബിനിലേക്ക് പോകുമ്പോൾ ഐസക് എവിടെ ഇല്ലായിരുന്നു. സാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാഫ്സ് പറയുന്നുണ്ട് സാർ വാഷ്റൂമിലേക്ക് പോകുന്നത് കണ്ടുവെന്ന്. അങ്ങനെ രാജീവ് പോയി വാഷ്റൂമിൽ കൊട്ടി നോക്കുന്നു. എന്നാൽ ആളുടെ അനക്കം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറെ നേരം വിളിച്ചിട്ടും ആളുടെ അനക്കം ഇല്ലാത്ത കാരണം രാജീവ് പേടിക്കുന്നു. പെട്ടെന്ന് തന്നെ അയാൾ ബാക്കി സ്റ്റാഫ്സിനെ വിളിക്കുന്നുണ്ട്. ആ ബാത്റൂമിന്റെ കീ ആകട്ടെ സെക്യൂരിറ്റിയുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാഫ് പോയി ആ കീ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർ ആ ബാത്റൂം തുറക്കുമ്പോൾ കാണുന്നത് ഐസക് ജോൺ തറയിൽ കിടക്കുന്നതാണ്. അയാളുടെ തല പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. രാജീവ് അയാളുടെ ശരീരത്തിലൊന്നും തന്നെ തൊടാതെ അയാൾക്ക് ശ്വാസം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അയാൾ മരിച്ചിരിക്കുന്നു. രാജീവും സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും തന്നെ വളരെ ഷോക്കിലായി. കുറച്ചു കഴിയുമ്പോഴേക്ക് അവിടെ പോലീസ് എത്തുന്നു. സന്ദീപാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സന്ദീപിനോട് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ റഹീം പറയുന്നത് ആ ഐസക് ജോൺ ബാത്റൂമിൽ കയറിയ ശേഷം കാല് തന്നെ വീണ് തല ഇടിച്ച് അയാൾ മരിച്ചതായിരിക്കുമെന്നാണ്. ഐസക് ജോണിന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ ഗിബ്സൺ എന്ന ആളുടെ ഒരുപാട് മിസ് കോൾ ഉണ്ടായിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ആ ബാത്റൂം എല്ലാം പരിശോധിച്ച ശേഷം അവർ കണ്ടെത്തിയ കാര്യങ്ങൾ സന്ദീപിനോട് പറയുന്നു. മരിച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. ഇപ്പോൾ വീഴ്ചയിൽ തലയുടെ പിൻഭാഗത്തുണ്ടായ ഇഞ്ചുറിയാണോ മരണത്തിന് കാരണമെന്ന് ബോഡി നല്ലപോലെ പരിശോധിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ബലപ്രയോഗം നടന്ന ലക്ഷണങ്ങളൊന്നും തന്നെ ബോഡിയിലോ സറൗണ്ടിങ്സിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഐസക് ജോണിന്റെ ക്യാബിനിൽ നിന്ന് കിട്ടിയ ടാബ്ലറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അയാൾക്ക് COPD എന്ന് പറയുന്ന അസുഖമുണ്ടായിരുന്നു.
ശ്വാസകോശ സംബന്ധമായ ആ അസുഖം കാരണം അയാൾക്ക് ആ ഗുളിക ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരാനും കുഴഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. എന്നാൽ ബാത്റൂമിന്റെ ഫ്ലോർ അധികം തെന്നുന്ന ടൈപ്പിലുള്ളതല്ലായിരുന്നു. ബോഡി ടെമ്പറേച്ചർ സാധാരണ കാണുന്നതിനേക്കാൾ കുറച്ച് താഴെയായിട്ടാണ് കണ്ടതെന്ന് കൂടെ ഉണ്ടായിരുന്ന ആള് പറയുന്നു. അത് മിക്കവാറും ബാത്റൂമിലെ ഈർപ്പം നിറഞ്ഞ അറ്റ്മോസ്ഫിയറിന്റെ ആയിരിക്കാമെന്നായിരുന്നു അവർ അവസാനം കണ്ടെത്തുന്നത്. ബോഡിയുടെ ഡ്രസ്സിൽ കണ്ട സ്റ്റെയിൻ കോഫിയുടെ സ്റ്റെയിൻ തന്നെയാണെന്നും കൺഫേം ആയി. പോയിസണുള്ളിൽ ചെന്ന് മരിച്ചതിന്റെ ഒരു ലക്ഷണങ്ങളും ആ ബോഡിയിൽ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു മരണമാകാൻ സാധ്യതയില്ല. പിന്നെ അവർക്ക് ആകെ കിട്ടിയത് ഒരു പ്രത്യേക പാറ്റേണിലും മടക്കിയ ഒരു ടിഷ്യൂ പേപ്പർ മാത്രമാണ്. അങ്ങനെ ഐസക് ജോണിന്റെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയ ശേഷം സന്ദീപ് അവിടെയെല്ലാം തന്നെ പരിശോധിക്കുന്നു. ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് ആ ബാത്റൂമിന്റെ ലോക്കും അയാൾ പരിശോധിക്കുന്നുണ്ട്. ലോക്കിനൊരു കംപ്ലൈന്റും ഇല്ലാന്ന് അയാൾ പറയുകയും ചെയ്യുന്നു. CCTV പരിശോധിക്കുമ്പോൾ ഡ്രസ്സിൽ വീണ കോഫി സ്റ്റെയിൻ കഴുകിക്കളയാനാണ് ജോൺ ബാത്റൂമിലേക്ക് പോയതെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അവിടെയും സന്ദീപിന് ഡൗട്ട് തോന്നിയ ഒരു കാര്യം ഇതായിരുന്നു. ഡ്രസ്സിൽ വീണ കോഫി കഴുകിക്കളയാൻ പോകുന്ന ഒരാള് അയാൾ മാത്രം യൂസ് ചെയ്യുന്ന ആ ബാത്റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം മറ്റാരും തന്നെ ആ ബാത്റൂം യൂസ് ചെയ്യില്ല എന്ന് അയാൾക്കറിയാം. ഇത് കേട്ട് റഹീം പറയുന്നുണ്ട്, അങ്ങനെ ഉറപ്പിച്ച് ക്ലോസ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സ്ഥിരമായിട്ട് ബാത്റൂം ലോക്ക് ചെയ്യുന്ന ശീലമുള്ളവർ ലോക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അത് കേട്ട് സന്ദീപ് പറയുന്നു, ശരി അങ്ങനെയാണെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി തോന്നിയപ്പോൾ ആ ഡോറിന്റെ തൊട്ടടുത്ത് നിന്ന ആള് കൈയെത്തി ആ ഡോർ തുറക്കാൻ ശ്രമിക്കും. അയാൾ അങ്ങനെ ശ്രമിച്ചതിന്റെ പാടുകളും അതിലുണ്ട്. അയാൾക്ക് എന്തുകൊണ്ട് ആ ഡോർ തുറക്കാൻ കഴിഞ്ഞില്ല എന്നും സന്ദീപ് ചോദിക്കുന്നു. ഇത് കേട്ട് റഹീം തന്റെ മറ്റൊരു നിഗമനം പറയുന്നു. ഡ്രസ്സിൽ വീണ കോഫി സ്റ്റെയിൻ കഴുകിക്കളയാൻ വേണ്ടി അയാൾ ബാത്റൂമിലേക്ക് കയറുന്നു. സ്ഥിരമായിട്ട് ലോക്ക് ചെയ്യുന്ന ശീലം കാരണം അയാൾ ആ ഡോർ ലോക്ക് ചെയ്യുന്നു. ഡ്രസ്സിൽ വീണ സ്റ്റെയിൻ കഴുകുന്നതിനിടയിൽ കാല് തെറ്റി അയാൾ തറയിലേക്ക് വീഴുന്നു. അബോധാവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് അയാൾ എങ്ങനെയൊക്കെയോ എത്തിപ്പിടിച്ച് ആ ഡോറിന്റെ ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബോധം പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്, ഐസക്കിന്റെ ബോഡി അവിടെ നിന്നും അനങ്ങിയിട്ടില്ല എന്ന്. അയാൾ വീണ ശേഷം എഴുന്നേറ്റല്ല ആ ഡോർ തുറക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അയാളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗത്തെങ്ങും തന്നെ ബ്ലഡ് പടർന്നിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് സന്ദീപ് പറയുന്നു. അവർ CCTV ഒന്നുകൂടി പരിശോധിക്കുന്നു. ജോൺ ബാത്റൂമിലുള്ള സമയത്ത് ആകെ 3 സ്ത്രീകൾ മാത്രമാണ് ആ ബാത്റൂമിന്റെ പരിസരത്തേക്ക് പോയിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ ബോട്ടിലെ വെള്ളവും നിറച്ചിട്ട് തങ്ങളുടെ സീറ്റിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്. ഈ ജോണിന് പ്രത്യേകിച്ച് പറയത്തക്ക ബന്ധുക്കൾ ആരും തന്നെയില്ല. അയാൾ 2 പേരെ കല്യാണം കഴിച്ചു, 2 പേരുമായിട്ട് ഡിവോഴ്സായി, കുട്ടികളില്ല. ആകെയുള്ളത് ഒരു അനിയനാണ്. അയാളുടെ പേര് ഇവാൻ ജോൺ എന്നാണ്. അയാൾ അമേരിക്കയിൽ എവിടെയോ സെറ്റിലാണ്. സ്വത്തിനു വേണ്ടി അനിയനും ചേട്ടനും അടികൂടേണ്ട ഒരു കാര്യവുമില്ല. 10 തലമുറയ്ക്കുള്ള സ്വത്ത് അവരുടെ അച്ഛൻ ഓൾറെഡി തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നീട് ജോണിന് കണക്ഷൻ ഉള്ളത് അയാളുടെ പാർട്ണർ ജിപ്സണുമായിട്ടാണ്. അവരുടെ ദുബായ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് എല്ലാം നോക്കുന്നത് ജിപ്സൺ ആയിരുന്നു. അങ്ങനെ പോലീസുകാരാകട്ടെ സ്റ്റാഫ്സിന്റെ എല്ലാവരുടെയും തന്നെ ഫോൺ വാങ്ങിക്കുന്നുണ്ട്. റഹീം സന്ദീപിനോട് പറയുന്നുണ്ട്, ഇതൊരു സാധാരണ മരണമാണ്, ഇതിൽ സംശയിക്കാൻ തക്ക ഒന്നും തന്നെയില്ല എന്ന്. എന്നാൽ സന്ദീപ് പറയുന്നു ഇതൊരു മർഡർ ആയിട്ടാണ് തനിക്ക് തോന്നുന്നതെന്ന്. അതിനിടെ അരവിന്ദ് വന്ന് സന്ദീപിനോട് ചോദിക്കുന്നുണ്ട്, താൻ ഇവിടെ ഒരു മീറ്റിംഗിന് വന്നതാണെന്നും ഇവിടുത്തെ എംപ്ലോയി അല്ല എന്നും, താൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടുന്ന് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് സന്ദീപ് പറയുന്നത്. സന്ദീപ് രാജീവിനോട് പോയി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ബോഡി ആദ്യം കണ്ടത് രാജീവായിരുന്നു. ജോൺ സാറിനെ ഗിബ്സൺ സാർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അത് കാരണം ഗിബ്സൺ സാർ എന്നെ വിളിച്ചു. ഞാനങ്ങനെ ജോൺ സാറിനെ നോക്കി പോയപ്പോൾ ക്യാബിനിലില്ലായിരുന്നു. അങ്ങനെയാണ് വാഷ്റൂമിലാണെന്ന് പറഞ്ഞത്. കുറെ നേരം കുട്ടിയിട്ടും തുറക്കാത്ത കാരണമാണ് ഞങ്ങൾ കീ കൊണ്ടുപോയി തുറന്നു നോക്കിയത്. അപ്പോഴാണ് പുള്ളി മരിച്ചു കിടക്കുന്നത് കാണുന്നത്. ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ രാജീവ് പറയുന്നുണ്ട്. ടോയ്ലറ്റിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടോ എന്ന് അവരോടെല്ലാം സന്ദീപ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് സിന്ധു എന്ന് പറയുന്ന സ്റ്റാഫ് ആകട്ടെ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് അവിടെയെല്ലാം ക്ലീൻ ചെയ്യുകയായിരുന്നു. അതിന്റെ സൗണ്ട് കാരണം ടോയ്ലറ്റിൽ നിന്ന് മറ്റൊരു സൗണ്ടും ആരും തന്നെ കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സ്റ്റാഫുകൾ ആരും തന്നെ ആ വാഷ്റൂം യൂസ് ചെയ്യില്ലായിരുന്നു. അത് ഐസക് ജോണിന് മാത്രമുള്ള വാഷ്റൂമാണ്. സ്റ്റാഫുകൾക്കുള്ള വാഷ്റൂം പുറത്തായിരുന്നു. അതിനിടെ രാജീവ് പറയുന്നുണ്ട് തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന്. അങ്ങനെ അയാളുടെ കൂടെ ഒരു പോലീസുകാരനെയും സന്ദീപ് വിടുന്നു. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി സത്യനെയും വിളിച്ചുകൊണ്ട് സന്ദീപ് ആ കമ്പനിയുടെ പുറത്തെല്ലാം തന്നെ പോയി നോക്കുന്നു. അവിടെ പുറത്തായിട്ട് വേസ്റ്റ് കത്തുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഇന്നലത്തെ ഓഫീസിൽ നിന്നുള്ള വേസ്റ്റ് ആണെന്നാണ് അയാൾ പറയുന്നത്. ടോയ്ലറ്റിന്റെ കീ തന്റെ കയ്യിൽ മാത്രമാണ് ഇരിക്കുന്നതെന്ന് സെക്യൂരിറ്റി പറയുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കീ മറ്റാരുടെയും കയ്യിലില്ല. അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് സിന്ധു ഈ സെക്യൂരിറ്റി സത്യന്റെ വൈഫായിരുന്നു. ജോൺ ആൾ എങ്ങനെയായിരുന്നു എന്ന് സിന്ധുവിനോട് ചോദിക്കുമ്പോൾ സിന്ധു പറയുന്നുണ്ട്, ജോൺ സാർ ഒരുപാട് സഹായങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടെന്ന്. എനിക്കിടയ്ക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ കുറെ ക്യാഷ് തരികയും മാത്രമല്ല ആവശ്യത്തിന് ലീവ് എടുത്തോളാൻ പറയുകയും ചെയ്തിരുന്നു. സാനിറ്ററി ഏരിയ ആരൊക്കെ യൂസ് ചെയ്യുന്നു ചോദിക്കുമ്പോൾ കൂടുതലും താനാണ് യൂസ് ചെയ്യുന്നത്, താനാണ് എല്ലാവർക്കും കോഫി ഇട്ടുകൊണ്ട് കൊടുക്കുന്നതെന്നും സിന്ധു പറയുന്നു. പിന്നെ വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്റ്റാഫ്സ് വന്ന് കട്ടൻ ചായ ഇട്ട് കുടിക്കുകയും ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ സ്റ്റാഫുകളെ ഓരോരുത്തരെയായിട്ട് സന്ദീപ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നവരുടെ എല്ലാം തന്നെ കൈ അയാൾ മണപ്പിച്ചു നോക്കുന്നു. കാരണം ബാത്റൂമിൽ നിന്ന് ഫിംഗർ പ്രിന്റ്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ചായിരിക്കാം ചിലപ്പോൾ മർഡർ നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഗ്ലൗസ്
ഗ്ലൗസിന്റെ സ്മെല്ലും ആ ഒരു വൈറ്റ് പൗഡറും കയ്യിൽ നിന്നും പോകാൻ വളരെയധികം പാടാണ്. എത്ര കഴുകിയാലും ആ ഒരു സ്മെല്ലുണ്ടാകും. ആ സ്മെല്ലായിരുന്നു സന്ദീപ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നൊന്നും തന്നെ അങ്ങനെ ഒരു സ്മെല്ല് അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഓരോരുത്തരുടെയും ബാഗ് ചെക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് സ്ലീപ്പിംഗ് പിൽസ് കിട്ടുന്നുണ്ട്. അത് ഉറക്കക്കുറവ് കൊണ്ട് താൻ കഴിക്കുന്നതാണെന്ന് ആ പെൺകുട്ടി പറയുന്നു. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ തന്റെ വീടിന്റെ അടുത്തുള്ള ഫാർമസിയിൽ നിന്നാണെന്ന് അവൾ പറയുന്നു. അവളുടെ വീട് എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് ആ ഫാർമസിയിലും ഒന്ന് പോയി അന്വേഷിക്കാൻ വേണ്ടി സന്ദീപ് ഒരാളെ ഏർപ്പാടാക്കുന്നു. അടുത്തതായി അവർ ഫയാസിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് രാജീവും ജോണും തമ്മിൽ എങ്ങനെയായിരുന്നുവെന്ന്. രാജീവും ഐസക് ജോണും നല്ല ക്ലോസ് ആയിരുന്നു. പിന്നെ ആരുമായിട്ട് ഐസക് ജോണിന് പ്രശ്നമുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ബിബീഷുമായിട്ടായിരുന്നു ഐസക് ജോൺ എപ്പോഴും വഴക്കിട്ടിരുന്നത്. ബിബീഷ് പലപ്പോഴും താമസിച്ചാണ് വരുന്നത്. അതിന്റെ പേരിൽ ഒരുപാട് ഉടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവർ ബിബീഷിനെ വിളിപ്പിക്കുന്നു. എന്നാൽ ബിബീഷ് പറയുന്നുണ്ട് എന്നോട് മാത്രമല്ല ഫയാസിനോടും ഐസക് ജോൺ വഴക്കിട്ടിട്ടുണ്ടെന്ന്. അതിന്റെ ദേഷ്യത്തില് ഐസക് ജോണിന്റെ ലാപ്ടോപ്പിൽ ബബിൾക്കം വരെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഫയാസ്. അങ്ങനെ അവർ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൽബർട്ടിനോട് അവർ ചോദിക്കുന്നുണ്ട് ജോൺ പുറത്തേക്ക് പോകുമ്പോൾ ഈ ക്യാബിൻ പൂട്ടാറുണ്ടോ എന്ന്. സാധാരണ അയാൾ പൂട്ടാറില്ല. എന്നാൽ ഞങ്ങൾ ആരും തന്നെ രാജീവ് സാറിന്റെ പെർമിഷൻ ഇല്ലാതെ ജോൺ സാറിന്റെ ഈ ക്യാബിനിലേക്ക് കയറാറില്ലായിരുന്നു. സെബാട്ടിയെ വിളിക്കുമ്പോൾ അവർ ഇവിടെ ചായ കിട്ടിയിട്ടും പുറത്തു പോയി ചായ കൊടുക്കുന്നതിന്റെ കാര്യം അന്വേഷിക്കുന്നു. പുറത്താകുമ്പോൾ കൂടെ എന്തെങ്കിലും കഴിക്കാനും കിട്ടും, സിഗരറ്റും വലിക്കാം. അതിനിടയിലാണ് സെബാട്ടിയുടെ കയ്യിലെ ആ മുറിവ് ശ്രദ്ധിക്കുന്നത്. അത് ഇന്ന് പറ്റിയ മുറിവായിരുന്നു. ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് തന്റെ ടേബിളിന്റെ സൈഡ് കൊണ്ടിട്ടാണെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ പറയുന്നത് സത്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരനെ പറഞ്ഞുവിടുന്നു. അങ്ങനെ അയാൾ അത് കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ അരവിന്ദ് ആകട്ടെ പോലീസുകാരെ കണ്ട് എന്തോ ബാഗിലേക്ക് ഒളിപ്പിച്ച് വെക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് താൻ ഒളിപ്പിക്കുന്നതെന്ന് ചോദിച്ചതും അരവിന്ദ് പെട്ടെന്ന് തന്നെ ആ ബാഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയാണ്. പോലീസുകാർ പിറകെ പോയി അയാളെ പിടിക്കുന്നു. അയാളുടെ ബാഗിൽ നിന്ന് അവർക്ക് കഞ്ചാവാണ് കിട്ടുന്നത്. ഇന്നിവിടെ പോലീസ് വരുമെന്നൊന്നും അറിയാതെ അയാൾ ആ ബാഗിൽ അതിട്ടിട്ടുണ്ടായിരുന്നു. കഞ്ചാവ് കൈവശം വെച്ചതിന് മറ്റൊരു കേസ് അരവിന്ദിന്റെ തലയിലാക്കാൻ പോലീസുകാർ തീരുമാനിക്കുന്നു. അങ്ങനെ അയാളെ ഒരിടത്തിരുത്തുകയാണ്. അപ്പോഴേക്കും ഐസക്കിന്റെ പാർട്ട്ണറായ ഗിബ്സൺ അവിടേക്ക് വരുന്നു. ഗിബ്സണും ഐസക്കും തമ്മിൽ ഒരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. അവരുടെ രണ്ടുപേരുടെയും ഫാദേഴ്സ് തുടങ്ങി വെച്ച ബിസിനസ് ആണ് അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. മറ്റു ബന്ധുക്കളൊന്നും തന്നെ ഇല്ലാത്ത കാരണം ഐസക് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തുക്കളെല്ലാം പോകുന്നത് അയാളുടെ അനിയനായ ഇവാനാണ്. ബിസിനസ് ആവശ്യമായിട്ട് പലതവണ ദുബായിലും അമേരിക്കയിലും പോയ സമയത്തൊക്കെ ഇവാനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ഗിബ്സൺ പറയുന്നുണ്ട്. ജിബ്സനെ കണ്ടിട്ട് വളരെ മാന്യനായ വ്യക്തിയാണെന്ന് തോന്നുന്നുവെന്ന് റഹീം പറയുന്നുണ്ട്. അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുകയാണ്. സന്ദീപ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാകട്ടെ അവിടെ ഒരു കാറിൽ ഒരു മാർക്ക് അയാളെ കാണുന്നുണ്ട്. കാരണം അങ്ങനെയൊരു മാർക്ക് ശരിക്കും സന്ദീപിന്റെ കാറിലും ഉണ്ടായിരുന്നു. അയാൾ ഒരു ഡോക്ടറെ കാണാൻ പോയ സമയത്ത് ആ ഡോക്ടറിന്റെ വീട്ടിലുണ്ടായിരുന്ന കുട്ടി ഉണ്ടാക്കിയ പാടായിരുന്നു അത്. ആ കുട്ടി കഴിച്ചുകൊണ്ടിരുന്ന മിഠായിയുടെ ആകൃതിയായിരുന്നു ആ കാറിൽ വരച്ചിട്ടുണ്ടായിരുന്നത്. ആ ഡോക്ടറിന്റെ പേര് കുര്യാക്കോസ് എന്നായിരുന്നു. അതേ പാട് തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ കാറിലും കണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാറിന്റെ ഉടമയും ആ ഡോക്ടറിന്റെ വീട്ടിൽ പോയിരിക്കാമെന്ന് സന്ദീപിന് തോന്നുന്നു. ആ സമയത്താണ് നേരത്തെ സന്ദീപ് ആ ടാബ്ലറ്റിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞ ആള് വിളിക്കുന്നത്. ആ പെൺകുട്ടി പറഞ്ഞ പ്രകാരം അവളുടെ വീടിനടുത്തുള്ള ഫാർമസിയിൽ അന്വേഷിക്കുമ്പോൾ ആ ടാബ്ലറ്റ് പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. സന്ദീപ് ആലോചിച്ചുകൊണ്ടിരുന്ന കുര്യാക്കോസ് എന്ന് പറയുന്ന അതേ ഡോക്ടർ തന്നെയാണ് ഈ പ്രിസ്ക്രിപ്ഷനും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സന്ദീപ് ഇപ്പോൾ കണ്ട കാറിന്റെ ഉടമ ആരാണെന്ന് അന്വേഷിക്കുന്നു. അത് അവിടുത്തെ തന്നെ സ്റ്റാഫായ അരുണിന്റെ കാറായിരുന്നു. ആ കാറിലുള്ള പാട് ആരുണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ അത് തന്റെ മോന്റെ പണിയാണെന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ട് സന്ദീപ് ആ അരുണിന്റെ ഫോണും ചെക്ക് ചെയ്യുന്നു. എല്ലാവരുടെയും ഫോണിന്റെയും ലോക്ക് അഴിച്ചായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. സന്ദീപ് അരുണിന്റെ ഫോണിന്റെ മാപ്പ് ഹിസ്റ്ററി എല്ലാം തന്നെ നോക്കുന്നുണ്ട്. അയാൾ അതിൽ എന്തോ കണ്ട് സൂക്ഷിച്ച് നോക്കി നിൽക്കുന്ന സമയത്ത് ആ പോലീസുകാരി വീണ്ടും എന്തോ പറയാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്തേക്ക് വരുന്നു. സീൻ അവിടെ കട്ടാവുകയാണ്. പെട്ടെന്ന് തന്നെ എന്തോ കണ്ടെത്തിയ പോലെ സന്ദീപ് താഴെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ ആ ഡോക്ടറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൻ ഡോക്ടറോട് പോയി ആ വീട്ടെക്ക് എന്ന് പറയുന്ന കമ്പനിയെ പറ്റി ചോദിക്കുന്നു. അയാൾക്ക് അങ്ങനെ ഒരു കമ്പനി അറിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന നീന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഡോക്ടറാണ് സ്ലീപ്പിംഗ് പിൽസ് എഴുതി കൊടുത്തിരിക്കുന്നത്. തന്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വരുമെന്നും അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ അവരെവിടെ വർക്ക് ചെയ്യുന്നതെന്നോ തനിക്ക് അറിയില്ല എന്നുമാണ് ആ ഡോക്ടർ പറയുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷേ 15 എംപ്ലോയീസ് മാത്രം വർക്ക് ചെയ്യുന്ന ആ കമ്പനിയിലെ 13 പേരും ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഡോക്ടറിന് എന്തായാലും ആ കമ്പനി അറിയാതിരിക്കാൻ വഴിയില്ല എന്ന് പറയുന്നു. ആ ഡോക്ടർ ഒരു ന്യൂറോ സൈക്കാട്രിസ്റ്റും ന്യൂറോ സർജനുമായിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂട്ടമായിട്ടും ഒറ്റയ്ക്കും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ സംശയിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. സന്ദീപ് ആ അരുണിന്റെ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ പോലീസുകാരി വന്ന് പറയുന്നുണ്ട് അത് അരുണിന്റെ ഫോണല്ല, അത് മറ്റൊരു പെൺകുട്ടിയുടെ ഫോണാണെന്ന്. ആ പെൺകുട്ടിയുടെ ഫോണിന്റെ മാപ്പ് ഹിസ്റ്ററി നോക്കുമ്പോഴും ആ പെൺകുട്ടിയും ഈ ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട്. അരുണിന്റെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അയാളും ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഡൗട്ട് തോന്നി എല്ലാവരുടെയും ഫോൺ ചെക്ക് ചെയ്യുന്നു. എല്ലാവരുടെയും മാപ്പ് ഹിസ്റ്ററി നോക്കുമ്പോൾ അവരെല്ലാവരും തന്നെ ഈ ഡോക്ടറിന്റെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് സന്ദീപ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയത്. ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ഐസക് ജോൺ ഇന്ന്
രാവിലെ മരണപ്പെട്ടുവെന്ന് സന്ദീപ് ഡോക്ടറോട് പറയുന്നു. അയാൾ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. ഇനി അയാൾക്ക് വീടെക് എന്ന കമ്പനി അറിയില്ലെന്നും ഐസക് ജോണിനെ അറിയില്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വിശ്വസിക്കില്ല. അതുകൊണ്ട് ആ ഡോക്ടർ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ഈ ഡോക്ടറിന്റെ വൈഫ് റേച്ചൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. വീടെക്കിൽ ജോലി ചെയ്യുന്ന മീര ഒരുപാട് നാളായി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നാണ് പ്രഗ്നന്റ് ആയത്. റേച്ചലിന്റെ പേഷ്യന്റ് ആയിരുന്നു മീര. എന്നാൽ ഒരു ദിവസം രാത്രി ഭയങ്കരമായ പെയിനുമായിട്ട് മീര ഹോസ്പിറ്റലിലേക്ക് വരുന്നു. 24 മണിക്കൂർ മുമ്പ് തന്നെ മീരയുടെ കുട്ടി മരിച്ചിരുന്നു. മീരയുടെ ശരീരത്തിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു. ഡ്രഗ്സിന്റെ യൂസ് കൊണ്ടാണ് അവളുടെ കുട്ടി മരിച്ചു പോയിരിക്കുന്നത്. എന്നാൽ മീര ഒരുപാട് നാൾ കാത്തിരുന്നാണ് അവൾ പ്രഗ്നന്റ് ആയത്. അതുകൊണ്ട് അവൾ ഒരിക്കലും കെയർലെസ് ആകില്ല എന്നും ഡ്രഗ്സ് യൂസ് ചെയ്യില്ല എന്നും റേച്ചൽ തറപ്പിച്ചു പറഞ്ഞു. ആ കുട്ടി മെന്റലി ഒരുപാട് തകർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ റേച്ചൽ ഈ കുര്യാക്കോസിന്റെ അടുത്തേക്ക് മീരയെ പറഞ്ഞു വിടുകയാണ്. മീരയെ കണ്ട് സംസാരിക്കുകയും അവരെ പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കുര്യാക്കോസ് ഡോക്ടറിന് എന്തൊക്കെയോ ഡൗട്ടുകൾ തോന്നിയിട്ട് അയാൾ മീരയുടെ ബ്ലഡ് അയാളുടെ ഒരു ഫ്രണ്ടിന്റെ ലാബിലേക്ക് ടെസ്റ്റിന് അയക്കുന്നു. മീരയുടെ ബ്ലഡിൽ ഒരു ഫോറിൻ കണ്ടന്റ് ഉണ്ടെന്ന് അവർ കണ്ടെത്തി. അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബ്ലഡ് സാമ്പിൾസിന്റെ സ്റ്റഡീസ് അവർ തുടങ്ങിയിരുന്നു. അതിന്റെ കൂടെ തന്നെ മീരയ്ക്ക് ഒരു നോർമൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിനിടയിലാണ് അതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റു 2 പയ്യന്മാരും തന്നെ കാണാൻ വരുന്നത്. തലവേദനയും ഉറക്കക്കുറവുമായിരുന്നു അവരുടെ പ്രശ്നം. അത് ആൽബർട്ടും സെബാട്ടിയുമായിരുന്നു. അവരുടെ ബ്ലഡ് പരിശോധിച്ചപ്പോഴും മീരയുടെ ബ്ലഡിലുണ്ടായിരുന്ന അതേ ഫോറിൻ കണ്ടന്റ് തന്നെ കണ്ടെത്തി. ഇവരെ എല്ലാം കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത് വീടെക് എന്ന കമ്പനിയായിരുന്നു. അത് കാരണം മീരയുടെ കാര്യം ഈ പയ്യന്മാരോടും അയാൾ പറഞ്ഞു. മീരയുടെ അബോർഷൻ ഇൻഫെക്ഷൻ കാരണം ഉണ്ടായതല്ല, ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടായതാണ്. എന്നാൽ മീര ഡ്രഗ്സ് പോയിട്ട് ഒരു ബിയർ പോലും കഴിക്കാത്ത പെൺകുട്ടിയാണെന്ന് ആ പയ്യന്മാര് പറയുന്നു. നിങ്ങളുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ആൽബർട്ടിനോടും സെബാട്ടിയോടും ഈ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. സെബാട്ടിയുടെ അടുത്തിരുന്ന് ജോലി ചെയ്യുന്ന അരുണിന്റെ മുടി ക്രമാതീതമായി കൊഴിയുന്നത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആൽബർട്ടിന്റെ അടുത്തിരുന്ന ഫയാസിന് ചെറിയൊരു വിഷൻ പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ അടുത്തിടെയായി ക്രമാതീതമായി അവന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയും അവൻ സ്പെക്സ് വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡൗട്ട് തോന്നിയത് കാരണം ബാക്കിയുള്ള സ്റ്റാഫ്സിനെയും കൂട്ടിയിട്ട് ഈ ഡോക്ടറെ കാണാൻ ആൽബർട്ടും സെബാട്ടിയും വരുന്നുണ്ട്. രാജീവ് മാത്രം ആ കൂട്ടത്തിലില്ലായിരുന്നു. കാരണം രാജീവുമായിട്ട് ഇവർക്ക് ആർക്കും തന്നെ വലിയ കണക്ഷൻ ഇല്ല. ജോണിന്റെ വലം കൈയായിരുന്നു രാജീവ്. അവർ ഓരോരുത്തരും നേരിടുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് ആ ഡോക്ടർ കാണുന്നത്. ഒരു പെൺകുട്ടിയുടെ നഖത്തിലെല്ലാം തന്നെ കുഴികൾ വീണിരുന്നു. മറ്റൊരു പെൺകുട്ടിയുടെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയിരുന്നു. തന്റെ തട്ടത്തിനുള്ളിൽ അവളത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. വേറൊരു പെൺകുട്ടിക്കാകട്ടെ ഓർമ്മശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഓഫീസ് സെൻട്രലൈസ്ഡ് AC ആയിരുന്നു. അതുവഴി എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നതാണോ എന്ന് ഡോക്ടറിന് ഡൗട്ട് തോന്നുന്നുണ്ട്. എന്നാൽ അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ മാനേജർ ജോൺ അപ്പോൾ സ്ഥലത്തില്ലായിരുന്നു. അയാൾ പുറത്തായിരുന്നു. ജോണിന്റെ ഫുൾ നെയിം എന്താണെന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഐസക് ജോൺ എന്നാണെന്നും വീടെക് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആണെന്നും പറയുന്നുണ്ട്. അത് കേട്ടതും ആ ഡോക്ടർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. വീടെക് എന്നും ഐസക് ജോൺ എന്നുള്ള പേരുകൾ എവിടെയോ ആ ഡോക്ടർ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ എല്ലാം തന്നെ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിലെല്ലാം തന്നെ ഒരു കോമൺ കാര്യം അയാൾ കണ്ടെത്തി. DNA വ്യതിയാനം വരുത്താൻ കഴിയുന്ന ഒരു മ്യൂട്ടേജൻസ് ആയിരുന്നു അത്. അവരുടെ ഓഫീസിൽ വെച്ച് തന്നെ അവരുടെ എല്ലാം ശരീരത്തിലേക്ക് എന്തോ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഇൻടേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഓഫീസിലെ ഡെയിലി റുട്ടീൻ എല്ലാം തന്നെ മനസ്സിലാക്കി. അവർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ചായയുടെയും ബിസ്ക്കറ്റിന്റെയും വെള്ളത്തിന്റെ എല്ലാം സാമ്പിള് എടുക്കുന്നു. അതെല്ലാം കൊണ്ടുപോയി ആ ഡോക്ടർ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഐസക് ജോണിനോട് ഇതിനെപ്പറ്റി ഒന്നും തന്നെ സംസാരിക്കേണ്ട എന്നും പറഞ്ഞു. വി ഫാർമ എന്ന പേരിലുള്ള ഫാർമസ്യൂട്ടിക്കലിന്റെ കോഫൗണ്ടർ ആയിരുന്നു ഈ ഐസക് ജോൺ. അവർക്ക് സ്വന്തമായിട്ട് മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ലാബുകളുണ്ട്. അവരുടെ ഫാർമസിയിൽ കിട്ടുന്ന ഒട്ടുമിക്ക മെഡിസിൻസും അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ലൈസൻസ് ആകട്ടെ ഐസക് ജോണിന്റെ അനിയൻ ഡോക്ടർ ഇവാൻ ജോണിന്റെ പേരിലാണ്. എംപ്ലോയീസിനുണ്ടാകുന്ന രോഗവും ഐസക് ജോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഐസക് ജോണിന്റെ ലാപ്ടോപ്പിൽ നിന്നും കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടർ അവരോട് പറയുന്നു. അങ്ങനെ അവർ കൊണ്ടുകൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഡോക്ടർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും അവർ ഡെയിലി പഞ്ച് ചെയ്യുന്ന മെഷീന്റെ ഒരു ബ്ലൂ പ്രിന്റ് കൂടി കിട്ടുന്നുണ്ട്. ആ പഞ്ചിങ് മെഷീന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡോക്ടർ അയാളുടെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഐസക് ജോണിന്റെ ലാപ്ടോപ്പിൽ നിന്നും HMV വൈറസിനെ കുറിച്ചും അതിന്റെ ആന്റിഡോട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കിട്ടുന്നു. HMV വൈറസിനെ റെഡ് വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ വൈറസിന്റെ ആന്റിഡോട്ടാണ് ഈ സ്റ്റാഫുകളുടെ എല്ലാ ശരീരത്തിൽ കലർന്നിരിക്കുന്നത്. ചായയിലൂടെയും കുടിവെള്ളത്തിലൂടെയുമാണ് ഈ ഒരു വൈറസിന്റെ ആന്റിഡോട്ട് അവരുടെ ശരീരത്തിൽ എത്തിയിരിക്കുന്നത്. അവരെന്നും സാധാരണ പഞ്ച് ചെയ്യുന്ന പഞ്ചിങ് മെഷീൻ ഒരു സാധാരണ പഞ്ചിങ് മെഷീൻ അല്ല. അതിനുള്ളിൽ മൈന്യൂട്ട് നീഡിൽസ് ഉണ്ടായിരുന്നു. ഇവർ എന്നും പഞ്ച് ചെയ്യുമ്പോൾ ഇവരുടെ DNA ആ നീഡിൽ വഴി കളക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാഫുകളുടെ ശരീരത്തിൽ വൈറസിന്റെ ആന്റിഡോട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ദിവസവും അവർ മോണിറ്റർ ചെയ്യുകയായിരുന്നു. ഈ സ്റ്റാഫുകൾ പോലും അറിയാതെ അവരുടെ ശരീരത്തിൽ വരാനിരിക്കുന്ന ഒരു വൈറസിന്റെ ആന്റിഡോട്ടിന്റെ ടെസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വി ഫാർമസിക്ക് ഉയർച്ചയുണ്ടാകാൻ വേണ്ടിയിട്ട് അവർ തന്നെ ആദ്യം ഒരു വൈറസിനെ പുറത്തേക്ക് ഇറക്കി വിടുകയും അതിന്റെ ആന്റിഡോട്ട് അവർ തന്നെ ആദ്യം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്ന് വലിയ പേരും പ്രശസ്തിയും പണവും ഉണ്ടാക്കാനായിരുന്നു ഇവരുടെ പ്ലാനിങ്. സാധാരണ വാക്സിനും ആന്റിഡോട്ടും ഒക്കെ ഇഞ്ചെക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്.
കഴിക്കുന്നത്. ഇതെങ്ങനെ ഉള്ളിലേക്ക് കഴിക്കുന്ന രീതിയാകുമെന്ന് സന്ദീപ് ചോദിക്കുന്നു. അവർ കണ്ടെത്താനിരിക്കുന്നതും അങ്ങനെ ഒരു വാക്സിൻ ആയിരുന്നു. അതായത് ഇഞ്ചക്ട് ചെയ്യാതെ സാധാ ടാബ്ലറ്റ് പോലെ കഴിക്കാൻ പറ്റിയ ഒരു വാക്സിൻ. അതിന്റെ റിസർച്ച് ആണ് ഈ സ്റ്റാഫുകളിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ എംപ്ലോയീസിന് വന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഒരിക്കലും മാറില്ലായിരുന്നു. കാരണം ഫിൽട്ടർ ചെയ്യപ്പെടാത്ത വാക്സിന്റെ ആന്റിഡോട്ട് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ അതവരെ വേട്ടയാടും. ആ ഡോക്ടറെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം തന്നെ അവരെ അയാൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ ആൽബർട്ടിന്റെ ഒരു സൈഡിലെ ചെവിയുടെ കേൾവിശക്തി വരെ നഷ്ടപ്പെട്ടു. സ്റ്റാഫുകളുടെ മുകളിലുള്ള ഈ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ജോൺ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആ പഞ്ചിങ് മെഷീൻ അയാൾ റീപ്ലേസ് ചെയ്തു. അവർക്ക് വേണ്ടി കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ആന്റിഡോട്ട് കലർന്ന ചായപ്പൊടിയും വെള്ളവും എല്ലാം തന്നെ അയാൾ മാറ്റി. കാരണം അയാൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അയാൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. മെഡിസിന്റെ ആദ്യ പരീക്ഷണമായതുകൊണ്ട് തന്നെ ബാധിക്കപ്പെട്ട രോഗങ്ങളെല്ലാം തന്നെ അവരെ മരണം വരെ വേട്ടയാടുമായിരുന്നു. അസഹ്യമായ തലവേദനയും മുടികൊഴിച്ചിലും കേൾവിശക്തി നഷ്ടപ്പെടലും കാഴ്ച നഷ്ടപ്പെടലും എല്ലാം അതിൽ പെടുന്നതായിരുന്നു. തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട മീരയ്ക്ക് അയാളോട് പ്രതികാരം ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ജോണിന്റെ കൂടെ ക്ലോസ് ആയിട്ടിരിക്കുന്ന രാജീവിന് പോലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അയാൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ബ്ലഡും മിക്സ് ആയിട്ടാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വരും. എന്നാൽ ജോണിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ് രാജീവ്. അതുകൊണ്ട് രാജീവിനോട് ഈ വക സത്യങ്ങളൊന്നും ആരും തന്നെ തുറന്നു പറഞ്ഞിരുന്നില്ല. തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല. അവരതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി. അയാളെ ഇനി ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേരുടെ ജീവിതം അയാൾ നശിപ്പിക്കും. അയാളെ നിയമത്തിന് വിട്ടുകൊടുക്കാനും ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ പറയുന്നു. ഓഫീസിലുണ്ടായിരുന്ന തെളിവുകളെല്ലാം അയാൾ മാറ്റിയ സ്ഥിതിക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാലും അയാൾ ഈസി ആയിട്ട് രക്ഷപ്പെടും. അങ്ങനെ അവർ ജോണിനെതിരെ എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ആ പ്ലാൻ എന്താണെന്ന് മാത്രം ഈ ഡോക്ടറിന് അറിയില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവർ ചെയ്തത് ക്രൈം ആണെന്ന് സന്ദീപ് പറയുന്നു. ഡോക്ടർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അവരോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറിയ ജോണല്ലേ യഥാർത്ഥത്തിൽ ക്രൈം ചെയ്തിരിക്കുന്നത്? ഇത്രയും പേരുടെ ജീവിതം നശിപ്പിച്ച ജോണിനെതിരെ അവരെന്തെങ്കിലും രീതിയിൽ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവർ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമായിട്ട് തനിക്ക് തോന്നുന്നില്ല എന്ന് ആ ഡോക്ടർ പറയുന്നു. തനിക്ക് പറ്റുമെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനാണ് സന്ദീപിനോട് ആ ഡോക്ടർ പറയുന്നത്. അങ്ങനെ സന്ദീപ് തിരിച്ച് ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം അവസ്ഥ കണ്ട് സന്ദീപിന് ശരിക്കും വിഷമം തോന്നുന്നു. അയാൾ അവരോട് എല്ലാവരോടും വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയുകയാണ്. ജോണിന്റെ മരണത്തിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന് തന്നെയാണ് സന്ദീപ് അവരോട് പറയുന്നത്. ജീവിതത്തിൽ ഇത്രയധികം നഷ്ടങ്ങളുണ്ടായ അവരെ ഇനിയും ക്രൂശിക്കാൻ സന്ദീപിന് തോന്നിയില്ല. ഇത്രയും ക്യാമറ കണ്ണുകളെ വെട്ടിച്ച് ആരായിരിക്കും ഇത് ചെയ്തതെന്ന് സന്ദീപ് ആലോചിക്കുകയായിരുന്നു. ഫോറൻസിക്കുകാരെ വിളിക്കുമ്പോൾ അവര് പറയുന്നത് ഹെഡ് ഇഞ്ചുറി അല്ല അയാളുടെ മരണത്തിന് കാരണം, അയാളുടെ ബ്രീത്തിങ് പ്രോബ്ലം തന്നെയാണ് അയാളുടെ മരണത്തിന് കാരണമായിരിക്കുന്നത്. സന്ദീപ് ആ CCTV വിഷ്വൽസ് എല്ലാം തന്നെ വീണ്ടും പരിശോധിക്കുന്നു. CCTVയിൽ നിന്നും അവർ ഓരോരുത്തരും മാറി നിന്ന സമയവും ജോൺ ടോയ്ലറ്റിൽ പോയ ശേഷം മരിക്കാനെടുത്ത സമയവും ഏകദേശം കറക്റ്റ് ആയിരുന്നു. അതിനർത്ഥം അവരിൽ ഒരാളല്ല കൊലയാളി. അവരെല്ലാവരും ചേർന്നിട്ടാണ് ആ ഒരു മർഡർ അവർ പ്ലാൻ ചെയ്തത്. ജോണിനെ എങ്ങനെ കൊല്ലണമെന്ന് അവർ പ്ലാൻ ചെയ്യുകയായിരുന്നു. അതിനിടെയാണ് ജോണിന്റെ ബ്രീത്തിങ് പ്രോബ്ലത്തെ പറ്റിയും അയാൾ കഴിക്കുന്ന ടാബ്ലറ്റിനെ പറ്റിയൊക്കെ അവർക്ക് അറിവ് കിട്ടുന്നത്. ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം പോലും അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് ആ ടാബ്ലറ്റ് കഴിക്കുന്നത്. അവരുടെ കമ്പനിയിൽ ഫയർ വന്നു കഴിഞ്ഞാൽ ഏകദേശം 30 സെക്കൻഡ്സ് കൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോകണം. അതിനുള്ളിൽ കാർബൺ ഡയോക്സൈഡ് അവിടെയെല്ലാം തന്നെ വ്യാപിക്കും. അങ്ങനെയൊരു സിസ്റ്റം ഈ അടുത്തിടെയാണ് അവരുടെ കമ്പനിയിൽ വെച്ചതും അതിന്റെ ക്ലാസ് അവർക്ക് കഴിഞ്ഞതും. അതുകൊണ്ട് ജോണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ അതുപയോഗിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ഓൾറെഡി ബ്രീത്തിങ് പ്രോബ്ലംസ് ഉള്ള ജോണിനെ കാർബൺ ഡയോക്സൈഡ് ശ്വസിപ്പിച്ച് കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ. എന്ത് പ്ലാൻ ഇട്ടാലും അതിന് കൂടെ നിൽക്കാൻ സെക്യൂരിറ്റി സത്യനും ക്ലീനിങ് സ്റ്റാഫ് സിന്ധുവും തയ്യാറായിരുന്നു. അവര് പറഞ്ഞ പ്രകാരം സത്യനാകട്ടെ ഗാർഡനിലുണ്ടായിരുന്ന ഓസ് കേടായി എന്ന് പറഞ്ഞിട്ട് ആ ഓസ് എടുത്തുകൊണ്ടുപോയി കാർബൺ ഡയോക്സൈഡ് ഇരിക്കുന്ന സ്ഥലത്തിന് മുകളിൽ കൊണ്ടിടുന്നു. എന്നിട്ട് പുതിയ റോസ് ഗാർഡനിലേക്ക് വാങ്ങിപ്പിക്കുന്നു. അന്ന് രാവിലെ ഓഫീസിലേക്ക് വന്ന സെബാട്ടി ആകട്ടെ കാർബൺ ഡയോക്സൈഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തിനടുത്താണ് അവന്റെ കാർ കൊണ്ട് നിർത്തുന്നത്. എല്ലാവരും ഓഫീസിൽ കയറിയ ശേഷം ലേറ്റായി വരുന്ന ബിബീഷ് ആകട്ടെ നേരെ ഫോൺ ചെയ്തുകൊണ്ട് ആ ക്യാമറയെ മറിച്ച് കാർ കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവൻ ചെരുപ്പൂരിയിട്ട് കാറിന്റെ മുകളിലൂടെ നേരെ കടന്നു ചെല്ലുന്നത് ആ കാർബൺ ഡയോക്സൈഡ് ഇരിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ബലൂൺ കീറി ബാത്റൂമിലേക്ക് പോകുന്ന വെന്റിലേഷനിൽ ഘടിപ്പിക്കുകയും ആ ഓസ് ബലൂണുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. കാര്യം കഴിഞ്ഞ് താഴെ ഇറങ്ങി ഫോൺ ചെയ്തുകൊണ്ട് ക്യാമറയുടെ മുന്നിലൂടെ തന്നെ ഓഫീസിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് രാജീവിനെ പിടിച്ചു നിർത്തുക എന്തായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അരവിന്ദിനെ അന്ന് തന്നെ മീറ്റിംഗിന് മീര വിളിച്ചു വരുത്തുന്നത്. രാജീവിനെ മീറ്റിംഗ് റൂമിൽ തന്നെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഫയാസും അവരുടെ കൂടെ മീറ്റിംഗിന് പോകുന്നു. സിന്ധു ചേച്ചി ബാക്കി എല്ലാവർക്കും ചായ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും സെബാട്ടിയും ആൽബർട്ടും നീലിമയും ചേർന്ന് ചായ കുടിക്കാൻ പുറത്തേക്ക് പോകുന്നു. ഇനി അടുത്തതായിട്ട് ജോണിനെ ബാത്റൂമിൽ എത്തിക്കണം. അതിനായിട്ട് അയാളുടെ റൂമിലുള്ള കോഫി മെഷീനിൽ കോഫി പൗഡർ ഇടാൻ വേണ്ടിയിട്ട് സിന്ധു പോകാറുണ്ട്. അങ്ങനെ
പോകുമ്പോ ആ കോഫി മെഷീന്റെ നീഡിലില് ഒരു ചെറിയ പേപ്പർ ചുരുട്ടി വെക്കാൻ വേണ്ടിയിട്ട് സിന്ധുവിനോട് അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ ആ മെഷീൻ ഓൺ ആക്കുമ്പോഴേക്കും കോഫി നേരെ അയാളുടെ ഡ്രസ്സിലേക്ക് വീഴും. അയാൾ അങ്ങനെ ബാത്റൂമിലേക്ക് പോവുകയും ചെയ്യും. ഇനി അങ്ങനെ അയാളുടെ ശരീരത്തിൽ കോഫി തെറിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കോഫി അയാളുടെ ഡ്രസ്സിൽ വീഴ്ത്തുക എന്നുള്ളത് സിന്ധുവിന്റെ ജോലിയായിരുന്നു. ഇനി അടുത്തതായിട്ട് അയാളുടെ ബാത്റൂം ഡോറിന്റെ ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നായിരുന്നു. ഓട്ടോമാറ്റിക് ലോക്കുള്ള ഡോറാണത്. അതുകൊണ്ട് ഓഫീസിൽ ആദ്യം വരുന്ന നീനയാകട്ടെ എത്തിയാലുടൻ നേരെ ആ ഡോറിന്റെ അടുത്തേക്ക് ചെല്ലണം. അവിടെ CCTV ഉണ്ട്. അതുകൊണ്ട് വെള്ളം എടുക്കാനെന്ന വ്യാജേനയായിരിക്കണം അവിടേക്ക് ചെല്ലുന്നത്. CCTV മറഞ്ഞുകൊണ്ട് അവൾ നേരെ ചെന്ന് ആ ഡോറിന്റെ സൈഡിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ മടക്കി വെക്കണം. ഉള്ളിൽ നിന്ന് ആ ഡോർ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുകയും വേണം. അകത്തു നിന്ന് പ്രസ് ചെയ്ത ശേഷം ടിഷ്യൂ പേപ്പർ വെക്കുന്നത് കൊണ്ട് ആ ഡോർ ലോക്ക് ആകാതെ അവിടെ അങ്ങനെ നിൽക്കും. അങ്ങനെ അയാള് ബാത്റൂമിലേക്ക് കയറുമ്പോൾ അതിനിടയിലുള്ള ടിഷ്യൂ പേപ്പർ മാറുകയും ഉള്ളിൽ നിന്ന് ഡോർ ലോക്ക് ആവുകയും ചെയ്യും. എന്നാൽ പ്രസ് ലോക്ക് ആയതുകൊണ്ട് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റില്ല എന്ന് ഒരു പെൺകുട്ടി ഡൗട്ട് ചോദിക്കുന്നു. അതിനും അവരുടെ കയ്യിലൊരു വഴിയുണ്ടായിരുന്നു. സത്യം കൊടുത്ത ആ ഡോറിന്റെ കീ വെച്ചിട്ട് അവരൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടാൽ സ്ലൈഡിന്റെ ആകൃതിയിലുള്ള ആ കീയുടെ നീഡിലാകട്ടെ നീളം കൂടിയതായിരുന്നു. അത് ആ ഡോർ ഹോളിനുള്ളിലേക്ക് തിരികെ വെച്ച് കഴിഞ്ഞാൽ അവൻ അകത്തുനിന്ന് തുറക്കാൻ നോക്കിയാൽ പോലും കഴിയില്ലായിരുന്നു. പുറത്ത് ചായ കുടിക്കാൻ പോയിരുന്ന സെബാട്ടിയും ആൽബർട്ടും നീലിമയും കമ്പനിയുടെ പുറത്തുള്ള ടേബിളിൽ വന്നിരിക്കുന്നു. ക്യാമറയിൽ പതിയാത്ത ചെയറിലാണ് സെബാട്ടി ഇരിക്കുന്നത്. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയാലും നീലിമയും ആൽബർട്ടും അവൻ അവിടെ ഉള്ള പോലെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അവൻ ബാക്കിലേക്ക് എഴുന്നേറ്റ് പോയി അവിടെ നേരത്തെ ബിബീഷ് കണക്ട് ചെയ്തിട്ടിരുന്ന ആ ഓസിന്റെ മറ്റേ ഐറ്റം കാർബൺ ഡയോക്സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം അവൻ വീണ്ടും ചെയറിൽ വന്നിരുന്ന അവരോട് കാര്യം പറയുന്നു. അവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോൾസും സംഭവങ്ങളും പുറത്തുനിന്ന് നോക്കിയാൽ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓൾറെഡി തീ കത്തുന്നിടത്ത് കൂടുതൽ വേസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് പറ്റിയ ഒരാൾ ഡോണ എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നാക്സ് കഴിക്കുന്ന അവൾ മാക്സിമം പ്ലാസ്റ്റിക്കുകൾ അന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവർ കൂട്ടുകയും അതെല്ലാം കൊണ്ടുപോയിട്ട് കത്തിക്കുകയും ചെയ്യുന്നതോടുകൂടി ഒരുപാട് പുക പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ആരും ആ സൈഡിലേക്ക് വരില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ സിന്ധു ചേച്ചി ആ കോഫി മെഷീന്റെ നീഡില് പേപ്പർ തിരികെ വെക്കുന്നു. അവർ കോഫി പൗഡർ നിറച്ചിട്ട് പോയതും ജോൺ ആകട്ടെ കോഫി കുടിക്കാൻ വേണ്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അതേസമയം തന്നെ സ്റ്റാഫുകളുടെ 2 പെൺകുട്ടികളെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആ ബാത്റൂമിന്റെ സൈഡിലേക്കും പോകുന്നു. കോഫി എടുക്കാൻ തുടങ്ങിയ ജോണിന്റെ ശരീരത്തിലേക്ക് കോഫി തെറിച്ച് വീഴുകയും അത് കഴുകാൻ വേണ്ടിയിട്ട് അയാൾ ക്യാബിനിൽ നിന്നും ഇറങ്ങി നേരെ ഡോറ് തുറന്ന് ബാത്റൂമിലേക്ക് കയറുന്നു. ബാത്റൂമിന്റെ സൈഡിൽ വെച്ചിരുന്ന ആ ടിഷ്യൂ പേപ്പർ താഴെ വീഴുകയും ഉള്ളിൽ നിന്ന് തന്നെ ബാത്റൂം ലോക്ക് ആകുകയും ചെയ്യുന്നു. ജോണിന് ബാത്റൂം ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യുന്ന ശീലം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ബാത്റൂമിന്റെ ഡോറ് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചത്. അയാൾ ബാത്റൂമിൽ കയറിയതും അവിടെ വെള്ളം പിടിക്കാൻ വേണ്ടി ചെന്ന ഒരു പെൺകുട്ടിയാകട്ടെ ക്യാമറയിൽ കാണാതെ ആ ബാത്റൂമിന്റെ സൈഡിലേക്ക് വന്നിട്ട് സ്ലൈഡിന്റെ രൂപത്തിലുള്ള ആ ബാത്റൂമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ അവളുടെ തലയിൽ നിന്ന് ഊരി ആ ഡോറിന്റെ ലോക്കിലേക്ക് കയറ്റി വെക്കുന്നു. ഓണായി കിടന്ന എക്സോസ് ഫാനിന്റെ സ്വിച്ചും പുറത്തു നിന്നും ഓഫ് ആക്കിയിടുന്നു. അത് കഴിഞ്ഞതും അവർ 2 പേരും അവരുടെ ചെയറിലേക്ക് പോയിരിക്കുന്നു. താഴെ ഇരിക്കുന്നവർക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സിന്ധു ചേച്ചി അപ്പോൾ തന്നെ വാക്യൂം ക്ലീനർ ഓൺ ആക്കുന്നു. അതിന്റെ സൗണ്ട് കേട്ടതും താഴെ ഇരുന്ന സെബാട്ടി ക്യാമറയിൽ കാണാതെ തന്നെ ബാക്കിലേക്ക് പോയി ആ കാർബൺ ഡയോക്സൈഡിന്റെ വാൽവ് ഓൺ ആക്കി വിടുകയാണ്. ജോൺ നോക്കുമ്പോൾ വെന്റിലേഷനിലൂടെ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് വരികയായിരുന്നു. അയാൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാൻ തുടങ്ങി. അയാൾ അകത്തു നിന്നും ഡോർ തുറക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. വാക്യൂം ക്ലീനറിന്റെ സൗണ്ട് കാരണം പുറത്തേക്ക് ഒരു സൗണ്ടും കേൾക്കില്ലായിരുന്നു. ആകെ അയാളുമായിട്ട് കണക്ഷനുള്ള രാജീവ് മീറ്റിംഗ് റൂമിലുമായിരുന്നു. ഒരു സാധാരണ ഹ്യൂമൻ ബോഡിയിൽ 10% കാർബൺ ഡയോക്സൈഡ് കടന്നാൽ തന്നെ മരണം ഉറപ്പാണ്. അപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ജോണിന്റെ ശരീരത്തിലേക്ക് കുറച്ച് കാർബൺ ഡയോക്സൈഡ് കടന്നപ്പോൾ തന്നെ അയാൾ മരിക്കുന്നു. അങ്ങനെയാലും മരിക്കാൻ ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് കടത്തിവിട്ട ശേഷം സെബാട്ടി വീണ്ടും ക്യാമറയുടെ കണ്ണിൽപ്പെടാതെ പോയി ആ കാർബൺ ഡയോക്സൈഡിന്റെ വാൽവ് ഓഫ് ചെയ്യുന്നു. അതിനിടയിൽ അവന്റെ കൈ മുറിയുന്നുണ്ട്. ഓസ് ഉൾപ്പെടെ കണക്ട് ചെയ്തിരുന്ന എല്ലാ സാധനങ്ങളും അവിടെ നിന്നും മാറ്റുന്നു. അടുത്തതായിട്ട് അവർ ആ ഡോർ ലോക്കിൽ വെച്ചിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് കീ തിരിച്ചെടുക്കുക എന്നതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി വീണ്ടും വെള്ളം എടുക്കാൻ അവിടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവൾ ക്യാമറയുടെ കണ്ണിൽപ്പെടാതെ പാതി വരെ എത്തിക്കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ മറന്നുപോയി. ആ ആന്റിഡോട്ട് കാരണം മറവിശക്തിയുള്ള പെൺകുട്ടിയായിരുന്നു അത്. അവൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് ഡോണ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോണയുടെ തലയിലുണ്ടായിരുന്ന സ്ലൈഡ് എടുത്ത് ഊരി കാണിക്കുന്നു. അത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരുന്നത് ഡോർ ലോക്കിലിരുന്ന സ്ലൈഡ് എടുക്കണമെന്ന്. അങ്ങനെ സ്ലൈഡിന്റെ രൂപത്തിലുള്ള ആ ഡ്യൂപ്ലിക്കേറ്റ് കീ അവൾ പോയി ഡോർ ലോക്കിൽ നിന്നും എടുക്കുന്നു. എന്നിട്ട് നേരെ തിരിച്ച് വീണ്ടും ബോട്ടിലും എടുത്തുകൊണ്ട് തന്റെ സീറ്റിൽ വന്നിരിക്കുന്നു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞതും സിന്ധു ചേച്ചി വാക്യൂം ക്ലീനർ ഓഫ് ചെയ്ത് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. അപ്പോഴേക്കും താഴെ ചായ കുടിച്ചുകൊണ്ടിരുന്ന 3 പേരും ഓഫീസിനുള്ളിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു.
തിരിച്ചു വന്ന് ടേബിളിലിരുന്ന സെബാട്ടിയാകട്ടെ തന്റെ കൈകൊണ്ട് ആ ടേബിളിന്റെ സൈഡ് ഇളക്കുകയും അതിൽ കൊണ്ടാണ് തന്റെ കൈ മുറിഞ്ഞതെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു. പിന്നെ തുടക്കത്തിൽ കാണിച്ച സീൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. രാജീവ് പോയി നോക്കുമ്പോൾ അയാൾ മരിച്ചു കിടക്കുന്ന കാണുന്നു. എന്നാൽ അവർ വാതിലടയാൻ വേണ്ടി വെച്ചിരുന്ന പേപ്പർ തിരിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ആ പേപ്പറാണ് തുടക്കത്തിൽ സന്ദീപിന്റെ കയ്യിൽ തെളിവായിട്ട് കിട്ടുന്നത്. പോലീസ് ചോദ്യം ചെയ്യുമ്പോഴെല്ലാം തന്നെ നോർമലി എന്തൊക്കെയാണോ ഓഫീസിൽ നടക്കുന്നത് അത് നോർമലായിട്ട് തന്നെ പറഞ്ഞാൽ മതി, ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഓൾറെഡി അവർ പരസ്പരം സംസാരിച്ചിരുന്നു. മാത്രമല്ല കുറച്ചു ദിവസത്തേക്ക് നമ്മുടെ ഫോണെല്ലാം ടാപ്പ് ചെയ്യും. അതുകൊണ്ട് നോർമലി നമ്മൾ ടോക്ക് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും പരസ്പരം വിളിക്കുകയും സംസാരിക്കുകയും വേണം. പിന്നെ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല, പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കണം. അതിനുവേണ്ടിയാണ് നേരത്തെ ബിബീഷും ഫയാസും പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സന്ദീപിന്റെ മുന്നിൽ സംസാരിച്ചത്. പക്ഷെ അവരുടെ പ്ലാനിങ്ങിൽ ഒരു പാളിച്ച പറ്റിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീനയുടെ ബാഗിൽ നിന്നെടുത്ത സ്ലീപ്പിംഗ് പിൽസ് സന്ദീപ് കാണുകയും അത് എവിടെ നിന്നാ വാങ്ങിയതെന്ന് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഡോക്ടറിന്റെ പേര് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കുമെന്ന് പേടിച്ചിട്ട് അവളത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയാണ് വാങ്ങിയതെന്ന് കള്ളം പറഞ്ഞു. അതൊക്കെ കൊണ്ടാണ് സന്ദീപിന് ആ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിച്ചേരാനും ഇവരുടെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റിയത്. പക്ഷെ ഞാനൊരിക്കലും ഇവരുടെ പിന്നാലെയല്ല പോകേണ്ടതെന്ന് സന്ദീപിന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ജോണിന്റെ മരണം സ്വാഭാവികമായിട്ടൊരു മരണമായിട്ട് എഴുതിക്കൊണ്ട് ആ കേസ് അവിടെ ക്ലോസ് ചെയ്യുന്നു. ജോണിന്റെ വി ഫാർമസ്യൂട്ടിക്സിൽ ജിപ്സണും ഒരു പാർട്ട്ണറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി സന്ദീപിന്റെ ലക്ഷ്യം ആ ഫാർമസ്യൂട്ടിക്കൽ കണ്ടുപിടിക്കലായിരുന്നു. അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് സന്ദീപ് അവിടേക്ക് പോകുന്നു. അവിടേക്ക് പോയിക്കൊണ്ടിരുന്ന ട്രക്കുകളിലൊന്നിൽ കടന്നുകൂടുകയും അതിനുള്ളിലേക്ക് കടന്ന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയുമായിരുന്നു സന്ദീപിന്റെ ലക്ഷ്യം. ഐസക് ജോൺ മരിച്ച കാരണം അയാളുടെ സ്ഥാനത്തേക്ക് ജിപ്സൺ ചാർജ് എടുക്കുന്നു. സ്റ്റാഫുകളെല്ലാം ദേഷ്യത്തോടെ ജിപ്സണെ നോക്കിയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.